അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. അവൻ്റെ ചിന്തകൾ 2.5 വർഷം പിന്നിലേക്ക് പായുകയായിരുന്നു. മിന്നൽ പുണറുകൾ പോലെ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന തൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ താൻ അപേക്ഷിച്ചത് ദേഹത്തോടായിരുന്നു. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറഞ്ഞത് ദേഹത്തോടായിരുന്നു. പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് ദേഹമായിരുന്നു. അപ്പറഞ്ഞ ക്ഷണത്തിൽ തന്നെ തൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തിയത് ദേഹമായിരുന്നു. പിന്നീട് താൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കേട്ടു. കുഷ്ഠരോഗികൾ, മുടന്തർ, അന്ധർ, പിശാചുബാധിതർ, കൈശോഷിച്ചവർ, മഹോദര രോഗികൾ, തളർവാദക്കാർ, അങ്ങനെ എണ്ണമറ്റ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ജെയ്റോസിൻ്റെ മകൾ നയീം വിധവയുടെ മകൻ ബഥാനിയയിലെ ലാസർ ഉയർപ്പിക്കപ്പെടുന്നു. 5 അപ്പം കൊണ്ട് 5000 പേർ ഭക്ഷിച്ച് തൃപ്തി അടയുന്നു. 7 അപ്പം കൊണ്ട് 4000 പേർ ഭക്ഷിച്ച് തൃപ്തരാകുന്നു. അത്ഭുതങ്ങളുടെയും അത്യത്ഭുതങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെ. ജനമെല്ലാം അവിടുത്തെ പിന്നാലെ ഒഴുകിയെത്തി. ഓശാന ഗീതികൾ അന്തരീക്ഷത്തിൽ അലയടിച്ചുയർന്നു. ഇദ്ദേഹം തന്നെ ഇസ്രായേലിൻ്റെ പുതിയ രാജാവ് എന്ന് ജനം വിധിയെഴുതി. അധികാരികൾ ഞെട്ടിവിറച്ചു. ഗൂഢാലോചനകൾ അരങ്ങേറി. ഒറ്റ രാത്രി കൊണ്ട് നാടകങ്ങളേറെ കളിച്ചു അവർ. അവസാനം വിധിവാചകം. സഹസ്രാധിപൻ്റെ ഉത്തരവ് കിട്ടിയത് ശതാധിപനായ തനിക്കായിരുന്നു. ഇദ്ദേഹത്തെ കുരിശിലേറ്റി വധിക്കണം എന്ന ഒരു സ്വപ്നം പോലെ, എല്ലാം ഒരു സ്വപ്നം പോലെ, അണ്ടകടാകം തകർന്നു വീഴും പോലെ നേരെ കാൽവരിയിലേക്ക്. കൂടുതൽ വിവരിക്കാൻ വയ്യ, ത്രാണിയില്ല. അവസാനം അവിടുന്ന് തന്നെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ഘോരാന്ധകാരം വ്യാപിച്ചു. കഠോരമായ ഭൂകമ്പത്തിൽ പാറകൾ പിളർന്നു. ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. മരിച്ചവർ ഉയർത്തു. ജെറുസലേം തെരുവീഥിയിലൂടെ നടന്നു. ഇനിയെങ്കിലും എനിക്ക് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. നമസ്കാരം. ഇത്രയും നല്ലൊരു ഗദ്യ കവിത നമുക്കായി ചൊല്ലിത്തന്ന തിയാമാറ്റിക്ക് ഒരുപാട് നന്ദി. അടുത്തതായി ഒരു മനോഹരമായ സിനിമാറ്റിക് ഡാൻസ് ആണ്.